am Vasila. This is our Sociology faculty. So, നമ്മൾ എന്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്? നമ്മൾ ഇതിന് മുന്നേ ഒരു NIOSന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന്റെ പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതായത് NIOSന്റെ എക്സാമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? NIOSന്റെ എക്സാം പാറ്റേണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഈ എസ് ആയിട്ടും, അതേപോലെ തന്നെ വെരി ഷോർട്ട് എസ്സേ ആൻഡ് ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്ക് എങ്ങനെ ആ ഒരു പാറ്റേൺ ആയി മാറിയിട്ടുണ്ട്. അപ്പൊ വെരി ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടുള്ള 2 മാർക്കിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം 7ഓളം, അതായത് ഒരു എക്സാം പേപ്പറിൽ, സോഷ്യോളജിന്റെ ഒരു എക്സാം പേപ്പറിൽ ഏകദേശം 7ഓളം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ ആ ഒരു ഏകദേശം അതിൽ വരുന്ന ആ ഒരു 7ഓളം ക്വസ്റ്റ്യൻസ് അതിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുൻകാലങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. എത്രത്തോളം ക്വസ്റ്റ്യൻസുകളാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു 2 മാർക്കിന് പൊതുവെ ചോദിച്ചു വന്നിട്ടുള്ളത്, ഏതൊക്കെയാണ് ആ ഒരു ക്വസ്റ്റ്യൻസിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ്, ഏതൊക്കെയാണ് ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഏകദേശം ഒരു 10ഓളം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ ആൻസേഴ്സും നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കിയേക്കുക. ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. ഇതിൽ ഡെഫിനറ്റ്ലി ആയിട്ടും ഇതിൽ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു 3-4 മാർക്ക് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും പഠിക്കുക. അപ്പൊ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെന്റ്? എന്താ പ്രോഗ്രസ്, എന്താ ഡെവലപ്മെന്റ്? പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. എന്താണ്? സാങ്കേതികവും അതുപോലെ തന്നെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള മേഖലകളിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റത്തെ എന്തെന്നറിയപ്പെടുന്നു? പ്രോഗ്രസ് എന്നറിയപ്പെടുന്നു. ഏതൊക്കെ മേഖലകളിലാണ്? സാങ്കേതികപരമായും സാമ്പത്തികപരമായും സാമൂഹികപരമായും സാംസ്കാരികപരമായിട്ടും ഈ ഒരു മേഖലകളിലൊക്കെ ഉണ്ടാവുന്ന നല്ല മാറ്റത്തെ അഥവാ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റത്തെ എന്തെന്നറിയപ്പെടുന്നു? പ്രോഗ്രസ് അഥവാ പുരോഗതി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ സാങ്കേതിക വിദ്യയില്, അതുപോലെ ജീവിത നിലവാരത്തില്, ആരോഗ്യ പരിരക്ഷയില്, വിദ്യാഭ്യാസം, സാമൂഹിക നീതി, സമത്വം തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുള്ള നല്ല മാറ്റത്തെ, പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചിന് എന്ത് അറിയപ്പെടുന്നു? പ്രോഗ്രസ് എന്നറിയപ്പെടുന്നു. അപ്പൊ വികസനം എന്താ? വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികവുമായിട്ടുള്ള മേഖലകളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെ എന്തെന്നറിയപ്പെടുന്നു? വികസനം. അതായത് സാമൂഹികവും പാരിസ്ഥിതികവും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന അത്തരത്തിലുള്ള ഒരു മേഖലകളിൽ ഉണ്ടാകുന്ന സമഗ്രമായ മാറ്റത്തെ, അതായത് ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു വിശാലപരമായിട്ടുള്ള മാറ്റത്തെ എന്തറിയപ്പെടുന്നുണ്ട്? ഈ ഒരു ഡെവലപ്മെന്റ് അഥവാ വികസനം എന്നറിയപ്പെടുന്നുണ്ട്. പുരോഗതി ഓരോ മേഖലകളിൽ മാത്രമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഓരോരോ ചെറിയ പ്രദേശങ്ങളിലായിരിക്കും പുരോഗതി ഉണ്ടായിരിക്കുക. ആ എല്ലാ ചെറിയ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള പുരോഗതി എന്തിലേക്ക് ഇടയാക്കുന്നുണ്ട്? സൊസൈറ്റിന്റെ വലിയൊരു വികസനത്തിലേക്ക് ഇടയാക്കുന്നുണ്ട്. അപ്പൊ പുരോഗതി എന്താണ്, വികസനം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലേ എന്താണെന്നുള്ളത്? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനെ പറ്റി എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ആർ ദ പ്രൈമറി ഗ്രൂപ്പ്? എന്താണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? എന്താണ് പ്രൈമറി ഗ്രൂപ്പ്? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആളുകളുടെ ഒരു കൂട്ടമാണ് എന്ത്? ഗ്രൂപ്പ്. അപ്പൊ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സാമൂഹിക ഗ്രൂപ്പാണ്. പ്രൈമറി ഗ്രൂപ്പ് എന്താണ്? ഒരു ചെറിയ സാമൂഹിക ഗ്രൂപ്പാണ്. അതിലെ അംഗങ്ങൾക്കിടയിലുള്ള അടുപ്പവും മുഖാമുഖമായിട്ടുള്ള ബന്ധം, അതായത് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് എന്തായിരിക്കും അവർക്കിടയിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ വ്യക്തിപരമായ ബന്ധങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കും. ആർക്കിടയിൽ? ഈ ഒരു പ്രൈമറി ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കിടയിൽ എന്തുണ്ടായിരിക്കും? വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല അടുപ്പങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ ഈ ഒരു പ്രൈമറി ഗ്രൂപ്പിന്റെ എന്താണ്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ സാധാരണയായി ശക്തികൾ അവർക്കിടയിൽ എന്തുണ്ടായിരിക്കും? ഒരു വൈകാരിക ബന്ധം ഉണ്ടായിരിക്കും. ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആർക്കിടയിൽ ഉണ്ടായിരിക്കും? ഈ ഒരു പ്രൈമറി ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇവർ പരസ്പര പിന്തുണകൾ അവർക്കിടയിൽ എന്തുണ്ടായിരിക്കും? ഉണ്ടായിരിക്കും. പ്രാഥമിക ഗ്രൂപ്പുകളുടെ ഉദാഹരണമാണ് കുടുംബം, അടുത്ത സുഹൃത്തുക്കള്. അതായത് പ്രാഥമിക ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കിടയിൽ എന്തുണ്ട്? ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും. ഒരു ഫാമിലി പോലെ, അല്ലെങ്കിൽ ഒരു ഫാമിലി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉദാഹരണമായിട്ട് ഈ ഒരു പ്രാഥമിക ഗ്രൂപ്പിനായിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ പ്രാഥമിക ഗ്രൂപ്പിൽക്കിടയിലുള്ള ആളുകൾക്ക് എന്തായിരിക്കും?
ഉണ്ടായിരിക്കും, നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കും, അവർക്ക് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് ഉണ്ടായിരിക്കും, നല്ലൊരു അടുപ്പമുള്ള ഒരു ആളുകളാണ് എന്ത് ഈ ഒരു പ്രാഥമിക ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ. അപ്പൊ പ്രാഥമിക ഗ്രൂപ്പ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പ്രാഥമിക ഗ്രൂപ്പ് ഈ ഒരു എക്സാമിന് ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ സെക്കൻഡറി ഗ്രൂപ്പ്? എന്താണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന്? സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദ്വിതീയ ഗ്രൂപ്പിനെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയും. എന്താ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല്? ദ്വിതീയ ഗ്രൂപ്പ് എന്നത് ഔപചാരിക ബന്ധങ്ങളും അംഗങ്ങൾക്കിടയിൽ പരിമിതമായ വൈകാരിക ബന്ധങ്ങളുമുള്ള ഒരു വലിയതും കൂടുതൽ വ്യക്തിത്വമില്ലാത്തതുമായ സാമൂഹിക ഗ്രൂപ്പിനെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ദ്വിതീയ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നത്. അതായത് ഈ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രത്തോളം ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുറവായിരിക്കും. ഒരു വലിയ ഗ്രൂപ്പായിരിക്കും, എണ്ണം കൂടുതലായിരിക്കും. ഇവർക്കിടയിൽ എന്തായിരിക്കും? അറ്റാച്ച്മെന്റ് കുറവായിരിക്കും. ആളുകൾക്കിടയിൽ വലിയൊരു അറ്റാച്ച്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടം ആളുകളായിരിക്കും ഈ ഒരു ദ്വിതീയ ഗ്രൂപ്പിലൊക്കെ പെടുന്ന ആളുകൾ. ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് ഉണ്ടായിരിക്കില്ല, ഒരു പേഴ്സണൽ ആയിട്ട് അടുപ്പ് ആളുകൾക്കിടയിൽ ഉണ്ടായിരിക്കില്ല, അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാത്ത ഒരു വിഭാഗം ആളുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ദ്വിതീയ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നത്. ആ ദ്വിതീയ ഗ്രൂപ്പുകൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും? ഒരുപാട് ഓർഗനൈസേഷൻസുകൾ, ക്ലബ്ബുകൾ, അതുപോലെ തന്നെ പ്രൊഫഷണൽ അസോസിയേഷൻസുകൾ, ഇവയൊക്കെ എന്താണ് ഈ ഒരു ദ്വിതീയ ഗ്രൂപ്പുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ സെക്കൻഡറി ഗ്രൂപ്പിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സെക്കൻഡറി ഗ്രൂപ്പിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാം. ക്ലബ്ബുകളെ പറയാൻ പറ്റും, ഒരുപാട് അസോസിയേഷൻസുകൾ ഈ ഒരു ഇതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും, ഒരുപാട് എന്താണ് ഈ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് ഈ ഒരു സ്ഥാപനങ്ങളൊക്കെ എന്താണ്, ഒരുപാട് യൂണിയൻ ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസ്, അങ്ങനെ ഒരുപാട് അസോസിയേഷനുകൾ എന്തിനു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും? ഈ ഒരു സെക്കൻഡറി ഗ്രൂപ്പുകൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ടു ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ? ഏതൊക്കെയാണ് ഒബ്സർവേഷൻ? എന്താണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ? ഒബ്സർവേഷൻ എന്താണ്? അതിന്റെ പ്രധാനപ്പെട്ട ടൈപ്പുകൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നേരെ രണ്ട് ടൈപ്പുകളാണ് ഒബ്സർവേഷനിലുള്ളത്. ഏതൊക്കെയാണ്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും. ആ ഒരു ടൈപ്പ് നേരെ കൊണ്ടുപോയി എഴുതാതെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവേഷൻ എന്താണെന്ന് 2-3 ലൈനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനുശേഷമുള്ള നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക? ഒബ്സർവേഷന്റെ ടൈപ്പുകളെ എഴുതാൻ പറ്റുക. ആ ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇങ്ങനെ ടൈപ്പുകളും കാര്യങ്ങളും ചോദിക്കുമ്പോൾ നേരെ അത് കൊണ്ടുപോയി എഴുതാതെ എന്താണ് അത് എന്നുള്ളത് 2 വരി 3 വരി എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? എന്തൊക്കെയാണ് ഒബ്സർവേഷൻ, ഏതൊക്കെയാണ് ഒബ്സർവേഷൻ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം ഒബ്സർവേഷൻ എന്താ നോക്കുക. എന്താണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനെയോ ശ്രദ്ധിക്കുന്നതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഒബ്സർവേഷൻ എന്നറിയപ്പെടുന്നത്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നിരീക്ഷിക്കുക, അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള ആ ഒരു ഇതിനെ എന്തെന്നറിയപ്പെടുന്നുണ്ട്? ഒബ്സർവേഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു ഇതിനെ എന്തറിയപ്പെടുന്നു? ഒബ്സർവേഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒബ്സർവേഷൻ അത്തരത്തിലുള്ള ആ ഒരു രീതി എന്തറിയപ്പെടുന്നുണ്ട്? ഒബ്സർവേഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ വഴി, പഞ്ചേന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. അതായത് നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്ക് എന്താ ചെയ്യാം? ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോന്നും എന്ത് ചെയ്യാൻ പറ്റും? അറിയാനും കേൾക്കാനും ഒക്കെ പറ്റും. അപ്പൊ ഈ ഒരു ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യുന്നത്? ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ? നിരീക്ഷിക്കുന്നതിനെ, ഒരു കാര്യത്തെ കുറിച്ച് നിരീക്ഷിക്കുന്നതിനെ, ശ്രദ്ധിക്കുന്നതിനൊക്കെ എന്തെന്നറിയപ്പെടുന്നത്? ഒബ്സർവേഷൻ എന്നറിയപ്പെടുന്നുണ്ട്. ഇനി എന്താണ്? ഒബ്സർവേഷന്റെ 2 ടൈപ്പുകളെ പറയുന്നത്. 2 ടൈപ്പ് ഓഫ് ഒബ്സർവേഷന് 2 പ്രധാന ടൈപ്പുകളുണ്ട്. ഏതൊക്കെയാണ് ഒബ്സർവേഷന്റെ പ്രധാനപ്പെട്ട 2 ടൈപ്പുകൾ? ഒന്ന് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, രണ്ടാമത്തെ ഏതാണ്? നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഒന്ന് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, 2 നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. എന്താ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ഗവേഷകൻ പഠന വിധേയമാക്കുന്ന സംഘത്തിലെയോ സമുദായത്തിലെയോ ജീവിച്ചു കണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് എന്തെന്നറിയപ്പെടുന്നു? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്നറിയപ്പെടുന്നു. അതായത് നമ്മൾ അവിടെ ചെന്നുകാണ്ട് അവിടുന്ന് ഡാറ്റകൾ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് എന്തെന്നറിയപ്പെടുന്നത്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് അറിയപ്പെടുന്നത്. നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. അപ്പൊ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ?
അതായത് പഠന വിധേയമാകുന്ന സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാതെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനെ എന്തെന്നറിയപ്പെടുന്നു? നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്നറിയപ്പെടുന്നു. അതായത് നമ്മൾ എവിടെയാണോ പഠനം നടത്തുന്നത് ആ ഒരു പഠന വിധേയമാകുന്ന സ്ഥലത്ത് പോയി നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നേരിട്ട് പങ്കെടുക്കാതെ ഒരു പുറമേ നിന്നൊരാളെ പോലെ വീക്ഷിച്ചുങ്ങാണ്ട് കാര്യങ്ങൾ ശേഖരിക്കുന്ന ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഇപ്പം നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തതിൽ? ഒബ്സർവേഷനെ പറ്റി പറഞ്ഞു, ഒബ്സർവേഷന്റെ പ്രധാനപ്പെട്ട 2 ടൈപ്പുകളെയും പറ്റി പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ റെഫറൻസ് ഗ്രൂപ്പ്. എന്താണ് ഡിഫൈൻ ബൈ റെഫറൻസ് ഗ്രൂപ്പ്? എന്താ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വ്യക്തികൾ അവരുടെ സ്വന്തം മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവ വിലയിരുത്തുന്നതിനായുള്ള ഒരു മാനദണ്ഡമായി ഉപയോഗിക്കുന്ന സാമൂഹിക ഗ്രൂപ്പിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? റഫറൻസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. അതായത് ഓരോ വ്യക്തികളുടെയും വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, അതുപോലെ തന്നെ മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിലയിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഓരോ മാനദണ്ഡങ്ങൾ എന്തെന്നറിയപ്പെടുന്നു? അവയൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തെന്നറിയപ്പെടുന്നു? റഫറൻസ് ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ റഫറൻസ് ഗ്രൂപ്പിന് ഉദാഹരണമായിട്ട് നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും? ഫാമിലി കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ കൊടുക്കാൻ പറ്റും, സമപ്രായക്കാർ, സഹപ്രവർത്തകർ തുടങ്ങിയൊക്കെ റെഫറൻസ് ഗ്രൂപ്പാണ്. കാരണം നമ്മളെങ്ങനെ നമ്മൾ വിലയിരുത്തുന്നത്? ഇവരിൽ നിന്നൊക്കെ വിലയിരുത്താണ്. ഈ കുടുംബത്തിനോടും സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടൊക്കെ ഇടപഴകുന്നവരും നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ മാനദണ്ഡങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? നമുക്ക് വിലയിരുത്താൻ കഴിയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിലയിരുത്തുന്നതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? റെഫറൻസ് ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എൻഡോഗമി ആൻഡ് എക്സോഗമി. എന്താ എൻഡോഗമി, എന്താണ് എക്സോഗമി? ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. എന്താണ് എൻഡോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വവംശത്തിൽ നിന്നുമുള്ള വിവാഹത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? എൻഡോഗമി എന്നറിയപ്പെടുന്നത്. അതായത് ഒരു ജാതിയിലുള്ള ആൾ അതേ ജാതിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്ന ആ ഒരു രീതിയെ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? എൻഡോഗമി എന്നറിയപ്പെടുന്നത്. അതായത് ഒരു വ്യക്തി സ്വന്തം ജാതിയിൽപ്പെട്ടോ അല്ലെങ്കിൽ സ്വന്തം ഗണത്തിൽപ്പെട്ട വ്യക്തിയെ മാത്രം വിവാഹം കഴിക്കുന്നു, അതിനെ എന്തെന്നറിയപ്പെടുന്നു? എൻഡോഗമി എന്നറിയപ്പെടുന്നു. അപ്പൊ എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സോഗമി എന്ന് പറഞ്ഞാൽ അന്യവംശത്തിൽ നിന്നുള്ള വിവാഹമാണ് എക്സോഗമി എന്നറിയപ്പെടുന്നത്. അതായത് ഒരു വംശത്തിലുള്ള ആൾ അന്യവംശത്തിൽ നിന്നും വിവാഹം കഴിക്കുന്ന അത്തരത്തിലുള്ള മെത്തേഡിന് എന്തെന്നറിയപ്പെടുന്നു? എക്സോഗമി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താ മനസ്സിലായില്ലേ? എൻഡോഗമി എന്താണ്, എക്സോഗമി എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. എന്തൊക്കെയാണ്? ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. എന്താണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്? എന്താണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്? എന്താണത്? നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഈ ഒരു അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ? ഇത് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ജാതി, വംശം, ലിംഗം അല്ലെങ്കിൽ കുടുംബം തുടങ്ങിയ സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനമാക്കി ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജനനം വഴി ലഭിക്കുന്ന സ്റ്റാറ്റസിനെ അല്ലെങ്കിൽ സ്ഥാനത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്നറിയപ്പെടുന്നത്. ഒരു ആ വ്യക്തിക്ക് ജനനം വഴി, അതായത് ബൈ ബർത്തിലൂടെ ലഭിക്കുന്ന അത്തരത്തിലുള്ള സ്ഥാനത്ത് എന്തെന്നറിയപ്പെടുന്നു? അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്തേക്കണം? ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. അതായത് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിക്ക് സ്വന്തം പ്രയത്നത്തിൻ്റെ ഫലമായി കഴിവുകൾ, കായികം, കല, നേട്ടങ്ങൾ എന്നിവയുടെ എല്ലാം അടിസ്ഥാനമായി ആ വ്യക്തിക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നേടിയെടുത്ത് ലഭിക്കുന്ന അത്തരത്തിലുള്ള സ്ഥാനത്ത് എന്തെന്നറിയപ്പെടുന്നുണ്ട്? അച്ചീവ്ഡ് സ്റ്റാറ്റസ്. നമ്മൾ നേടിയെടുക്കുന്ന സ്ഥാനത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്താ, അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്താ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് അസോസിയേഷൻ? എന്താണ് അസോസിയേഷൻ? അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിനോ ഏതാനും ലക്ഷ്യങ്ങൾക്കോ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? അസോസിയേഷൻ അഥവാ സംഘടന എന്നറിയപ്പെടുന്നത്. അതായത് ഒരു പ്രത്യേക ലക്ഷ്യം, എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ ഒരുമിച്ച് ഒരു അസോസിയേഷന്റെ കീഴിൽ
രീതിയിൽ കൂടിച്ചേരുക. അത്തരത്തിലുള്ള ആ ഒരു രീതിയാണ് എന്ത് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിലൂടെ അവരെന്താണ് ലക്ഷ്യമാക്കിയിട്ട് ആ ലക്ഷ്യം അവർ നിർവഹിക്കുക. അതായത് എന്തെങ്കിലും ലക്ഷ്യം, ഒരു പ്രത്യേക ലക്ഷ്യം ആയിരിക്കും. ആ ഒരു ലക്ഷ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടേക്കും ഈ ആളുകൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് കൂടുക. ഇങ്ങനെ ഒരുമിച്ച് കൂടി ആ ഒരു ലക്ഷ്യം കൈവരിച്ച് ആ ലക്ഷ്യം പൂർത്തീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ അസോസിയേഷൻ എന്ത് ചെയ്യും, പിരിച്ചുവിടാം. ചിലപ്പോൾ അത് പിന്തുടർന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അസോസിയേഷൻ ചിലപ്പോൾ പെർമനൻറ്റും ആയിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും ടെമ്പററി ആയിരിക്കും. ചിലപ്പോൾ ആ ഒരു എന്താണോ ഗോൾ, ആ ഗോൾ നിർവഹിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അസോസിയേഷൻ എന്ത് ചെയ്യാൻ പറ്റും, പിരിച്ചുവിടുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലക്ഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഫലമായി ഒരുമിച്ച് കൂടുന്ന ആ ഒരു സംഘടനയാണ് എന്തെന്നറിയപ്പെടുന്നത്, അസോസിയേഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് എൻകൾച്ചുറേഷൻ? എന്താണ് എൻകൾച്ചുറേഷൻ? എന്താണ് എൻകൾച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ? എൻകൾച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തലമുറയുടെ സാംസ്കാരിക വശങ്ങളും രീതികളും അടുത്ത തലമുറയിൽ പഠിക്കുന്ന, അടുത്ത തലമുറയിലുള്ള ആളുകൾ പഠിക്കുന്ന അതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, എൻകൾച്ചുറേഷൻ എന്നറിയപ്പെടുന്നത്. അതായത് ഒരു തലമുറയിൽ പെട്ടിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും പോലെയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത തലമുറയിൽപ്പെട്ട ആളുകൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നതിനെ എന്തെന്നറിയപ്പെടുന്നു, എൻകൾച്ചുറേഷൻ എന്നറിയപ്പെടുന്നു. ഈ ഒരാളിലെ നമ്മൾ കഴിഞ്ഞു പോയ തലമുറയുടെ ഒരുപാട് കാര്യം അന്ന് നിന്നിട്ടുള്ള ഓരോ മൂല്യങ്ങളും വിശ്വാസങ്ങളും മാനദണ്ഡങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നു, നമ്മൾ ഇപ്പോഴുള്ള തലമുറകൾ എന്ത് ചെയ്യുന്നു, അത് പഠിച്ചെടുക്കുന്നു. ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനാണ് എന്തെന്നറിയപ്പെടുന്നത്, എൻകൾച്ചുറേഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് കിങ്ഷിപ്പ്. എന്താണ്, എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് കിങ്ഷിപ്പ്. കിങ്ഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. കിങ്ഷിപ്പ് 2 തരത്തിലുണ്ട് എന്നറിയാം. എന്താ കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ? കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ബന്ധുത്വം. കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബന്ധുത്വം. എങ്ങനെ ബന്ധുത്വം ഉണ്ടാകുന്നത്? മാരേജിലൂടെ എന്തുണ്ടാവുന്നുണ്ട്, ഫാമിലി ഉണ്ടാവുന്നത്. ഫാമിലിയിലൂടെയാണ് എന്തുണ്ടാവുന്നത്, ബന്ധുത്വം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ കിങ്ഷിപ്പ് ഉണ്ടാവുന്നത്. എന്താണ് കിങ്ഷിപ്പ് നമുക്ക് നോക്കാം. കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തി നിരവധി വ്യക്തികളുമായി പലതരത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ബന്ധുത്വം എന്ന് പറയുന്നത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി ഉണ്ടാവുന്ന ആ ഒരു ബന്ധത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ബന്ധുത്വം എന്ന് പറയപ്പെടുന്നത്. അതായത് ബന്ധുത്വം ഉണ്ടാവുന്ന എങ്ങനെയാണ്, 2 രീതിയിൽ ബന്ധുത്വം ഉണ്ടാവും. എങ്ങനെ, വിവാഹം വഴി ബന്ധുത്വം ഉണ്ടാവുന്നുണ്ട്, രക്തബന്ധം വഴിയും എന്തുണ്ടാവുന്നുണ്ട്, ബന്ധുത്വം ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് എന്ത്, ഈ ഒരു ബന്ധുത്വം എന്ന് പറയും. ബന്ധുത്വം നമ്മുടെ സമൂഹത്തിന്റെ, അതായത് നമ്മുടെ ഈ ഒരു ഓവറോൾ നമ്മുടെ ഈ ഒരു വേൾഡ് മൊത്തം എന്തുണ്ട്, ഈ ഒരു ബന്ധുത്വം ഉണ്ട്. എല്ലാവർക്കും ഇടയിലും ആ ഒരു ഫാമിലിയുമായിട്ട് എന്തുണ്ട്, എല്ലാവർക്കും ഒരു ബന്ധുത്വം അല്ലെങ്കിൽ ഒരു കിങ്ഷിപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബന്ധുത്വം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ബന്ധുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി ഉണ്ടാവുന്ന ആ ഒരു ബന്ധത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ബന്ധുത്വം എന്നറിയപ്പെടുന്നതും. ബന്ധുത്വം ഉണ്ടാവുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ രക്തബന്ധം വഴിയും വിവാഹബന്ധം വഴിയാണ്. അപ്പൊ രക്തബന്ധം വഴിയും വിവാഹം വഴിയും ആയിട്ടാണ് എന്തുണ്ടാകുന്നത്, ബന്ധുത്വം ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ബന്ധുത്വം 2 ടൈപ്പ് ഓഫ് കിങ്ഷിപ്പ്. കിങ്ഷിപ്പിന് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ, വിവാഹബന്ധുത്വം അതേപോലെ രക്തബന്ധുത്വം. വിവാഹബന്ധുത്വത്തെ എന്തെന്ന് അറിയപ്പെടുന്നത്, അഫീനിയൽ കിങ്ഷിപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അഫീനിയൽ കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ? അതായത് വിവാഹത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ബന്ധുത്വത്തെ എന്തെന്നറിയപ്പെടുന്നു, വിവാഹ ബന്ധുത്വം എന്നറിയപ്പെടുന്നു. വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധുത്വത്തെ വിവാഹ ബന്ധുത്വം എന്ന് അറിയപ്പെടുന്നു. അതിന് ഉദാഹരണം ആരൊക്കെയാണ്? ഭാര്യ, ഭർത്താവ്, ഭർത്താവിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ആളുകൾ എന്താണ്, വിവാഹം വഴി നമുക്ക് ലഭിക്കുന്ന ബന്ധമാണ്. അത്തരത്തിലുള്ള ബന്ധത്തെ വിവാഹ ബന്ധുത്വം എന്നറിയപ്പെടുന്നു. അടുത്ത എന്താണ്, കോൺസ്റ്റാന്റീനിയസ് കിൻഷിപ്പ് എന്ന് വെച്ചാൽ രക്തബന്ധുത്വം. എന്താ രക്തബന്ധുത്വം? രക്തബന്ധം വഴി ഉണ്ടാകുന്ന ബന്ധുത്വത്തെ എന്തെന്നറിയപ്പെടുന്നു, രക്തബന്ധുത്വം എന്നറിയപ്പെടുന്നു. അതായത് ഒരു ഫാമിലിയിലുള്ള ആളുകൾ, അച്ഛൻ, അമ്മ, മക്കള്, അതുപോലെ തന്നെ അച്ഛൻ്റെ അച്ഛന്, അതേപോലെ അച്ഛൻ്റെ അമ്മ, അങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവുന്ന നമ്മൾ രക്തബന്ധമായിട്ട് ഉണ്ടാവുന്ന ആളുകളെയാണ് എന്തെന്നറിയപ്പെടുന്നത്, രക്തബന്ധുത്വം എന്നറിയപ്പെടുന്നത്. അപ്പം നമ്മളിപ്പോൾ കിങ്ഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. കിങ്ഷിപ്പിൻ്റെ 2 ടൈപ്പുകൾ പറഞ്ഞു. ഏതൊക്കെയാണ് ടൈപ്പുകൾ? വിവാഹ ബന്ധുത്വം, രക്തബന്ധുത്വം. അപ്പോൾ ഇതാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ എന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിൽ NIOS എക്സാമിൽ വരുന്ന കുറച്ച് 2 മാർക്ക് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഇതിൽ എന്തായാലും ഒരു 3-4 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് തീർച്ചയായിട്ടും എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പറിൽ ഒരുപാട് കാലങ്ങളായി ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിക്കുക, എക്സാം നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുക.
നല്ലൊരു മാർക്കോട് കൂടി നിങ്ങൾ എല്ലാവരും പാസ്സാകുക. ഓൾ ദ ബെസ്റ്റ് ഓൾ NIOS സ്റ്റുഡൻസ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്കഷൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു ഓൾ.